മുരളി പെരുന്നെല്ലി എംഎൽഎയുടെ പൂവത്തൂരിലെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തീരദേശ നിവാസികളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പുവരുത്തുക, പെരിങ്ങാട് പുഴയെ റിസർച്ച് വനമാക്കാനുള്ള നടപടികൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ അടക്കം 20 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. പെരിങ്ങോട് പുഴയുടെ സമീപത്ത് താമസിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ, അവർ താമസിക്കുന്ന പ്രദേശം റിസർവ് വനമാണെന്നാണ് മുരളി പെരുന്നെല്ലി പറയുന്നത്. എങ്ങനെയാണ് റിസർവ് വനമാകുന്നത്? അപ്പൊ റിസർവ് വനമാക്കാനുള്ള വിജ്ഞാപനം സർക്കാരിനെ കൊണ്ട് പുറപ്പെടുവിപ്പിക്കാൻ നേതൃത്വം കൊടുത്തത് ആരാ? ഈ ഗതിയിലാണ് മിസ്റ്റർ ബിജോയ് വിവരങ്ങളുമായി ചേരുന്നു. ബിജോയ്, ഇപ്പോഴും മാർച്ചിൽ സംഘർഷം തുടരുകയാണോ? എന്താണ് നൽകാൻ കഴിയുന്ന വിശദാംശങ്ങൾ? അല്പസമയം മുമ്പ് പ്രവർത്തകരെ എല്ലാം പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയുണ്ടായി. യൂത്ത് കോൺഗ്രസിന്റെ മണ്ണൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മണ്ണൂർ MLA മുരളി പെരുന്നെല്ലിയുടെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. തീരദേശ നിവാസികളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പുവരുത്തുക, പെരിങ്ങാട് പുഴയെ റിസർവ് വനമാക്കാനുള്ള നടപടികൾ അവസാനിപ്പിക്കുക, റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ മാർച്ച്. പ്രവർത്തകർ ശക്തമായ റോഡിൽ തന്നെ നിലയുറപ്പിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. ജലപീരങ്കി പ്രയോഗിച്ചാലും അതിനെ ചെറുത്തൊന്നും കൊണ്ട് പ്രവർത്തകർ റോഡിൽ തന്നെ കുത്തിയിരുന്നു. മാറാൻ കൂട്ടാക്കാതിരുന്ന പ്രവർത്തകരെ 20ഓളം പ്രവർത്തകരെയാണ്, ജില്ലാ നേതാക്കളടക്കമുള്ള 20ഓളം പ്രവർത്തകരെയാണ് പോലീസ് ഇന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. അല്പസമയം മുമ്പ് മാത്രമാണ് എല്ലാവരെയും നീക്കി റോഡ് സർവീസ് യോഗ്യമാക്കിയത്. വിവരങ്ങൾ നൽകിയതിന്. മുരളി പെരുന്നെല്ലി MLAയുടെ പൂവത്തൂരിലെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വിശദാംശങ്ങളാണ് ബിജോയ് പാവറട്ടിയിൽ നിന്ന് നൽകിയത്.